മകളാണ്. അതായത് മാഹി മച്ചാന്റെ പണി കണ്ടിട്ടുണ്ടായിരുന്നോ? എന്ത് തോന്നി മാഹി മച്ചാന്റെ പണി? സന്തോഷം. ഇതാണ് വർഷ, എന്റെ മുറപ്പെണ്ണാണ്. കല്യാണമാണ് എന്തുവാടാ സംസാരിക്കണ്ടേ? ഞാൻ വരട്ടുന്നു തന്നെ. അതെ, ഇതാണ് വർഷ. വർഷ ഇപ്പോ പഠിക്കുന്നു. ഈ മാഹി മച്ചാന്റെ പണി എങ്ങനെ എഫക്ട് ചെയ്തു? അത് ആദ്യം പറയും. മാഹി മച്ചാന്റെ പണി എഫക്ട് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ മാഹി മച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ചട്ടി വിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ മാഹി മച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞാൽ വരുമല്ലോ. അപ്പൊ അറിയായിരുന്നു മാഹി മച്ചാൻ എന്ത് ചെയ്യുന്നു. പക്ഷെ മച്ചാൻ വന്ന് ഇവിടെ ഇത്ര എഫർട്ട് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അത് ഭയങ്കര രസകരമായിരുന്നു. രസമില്ലായിരുന്നു അവിടെ. അതെ, യൂട്യൂബേഴ്സിനെ ഒരു മെസ്സേജ് കൊടുക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പുതിയ മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത്. ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ കംപ്ലീറ്റ് ടൈമും വർക്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. വർക്കായിരുന്നു വൈഫ്. ഇപ്പൊ വൈഫായി. ഈ വർക്ക് നമ്മൾ ഒരു പടി താഴോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാത്തിനും സമയം കണ്ടെത്തണം. അതാണ് ഇപ്പൊ ഹാപ്പി അല്ലേ? മൊത്തത്തിൽ ഹാപ്പി അല്ലേ? പിന്നെ അടിപൊളി സദ്യ. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല സദ്യ. പ്ലാനോടെ നോക്കി. നിങ്ങൾ ആരൊക്കെയാന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തിട്ടോ. ഇത് ഇന്ന് വൈകുന്നേരം വ്ലോഗ് ഇറങ്ങിയതിന് ശേഷം നീട്ടോ. അമ്മ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ സന്തോഷമല്ലേ? മകളെ കുറിച്ച് എന്താ പറയുന്നത്? മകളാണ്. അച്ഛനോടെ പോയി അല്ല, മുറപ്പെണ്ണാണെന്നാണ്. മുറപ്പെണ്ണല്ലേ? അച്ഛനോടെ പോയി. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ചേച്ചി അമ്മ വേണ്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് മാഹി മച്ചാന്റെ പണി കണ്ടിട്ടുണ്ടായിരുന്നോ? എന്ത് തോന്നി മാഹി മച്ചാന്റെ പണി? സന്തോഷം. എന്താ കാർത്തിക അർഹിക്കുന്ന പണിയാണോ കൊടുത്തത്? മാഹി മച്ചാനെ മുമ്പ് അറിയായിരുന്നു? നല്ല ചോദ്യം. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ.